കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 9 നമ്മൾ ശ്ലോകം 25 ചെയ്തു. അതായത് ദേഹം എൻ്റെ ഗുരുവാണെന്ന്. ഇനി അത് കുറച്ചും കൂടി പറയുന്നുണ്ട്. ദേഹം എൻ്റെ ഗുരുവാണെന്ന് പറഞ്ഞല്ലോ. അതായത് നമ്മൾ 25 പറഞ്ഞത് ദേഹത്തിൽ നിന്ന് ഞാൻ വിവേകവും വൈരാഗ്യവും നിസ്സംഗതയും എനിക്ക് എന്നെ ഈ ദേഹം പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി കുറച്ചും കൂടിയും പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട് കേട്ടോ. അതായത് അത് നമുക്കിപ്പോൾ 26 വായിക്കാം. 26 വായിച്ചിട്ട് അതിൻ്റെ പറയാം. കുറച്ചുകൂടിയും പറയുന്നുണ്ട്. ജായാത്മജാപ്ത പശുഭൃത്യഗൃഹാപ്തവർഗാൻ പുഷ്ണാതി യത്പ്രിയചികീർഷയാ വിതന്വൻ സ്വാന്തേ സകൃച്ഛമവരുദ്ധധന സദേഹഃ സൃഷ്ട്വാസ്യ ബീജമവസീദതി വൃക്ഷധർമ്മ. എന്താണ് ഇതിൽ പറയണം വെച്ചാൽ, യത് പ്രിയചികീർഷയ, ഏത് അതായത് ശരീരത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സകൃച്ഛം വളരെ കഷ്ടപ്പെട്ട്, സകൃച്ഛം എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ ശരീരമാണെന്ന് വിചാരിച്ചിട്ട്, അതാണ് ഇതിൽ പറയണത്. ശരീരത്തിനോടുള്ള സ്നേഹം കൊണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ശരീരമാണെന്ന് അഭിമാനിക്കുന്നുണ്ട്. അപ്പം എൻ്റെ എന്നുള്ളത് വരുമല്ലോ, ഞാനും എൻ്റെയും എല്ലാം ശരിയാവണമെന്ന് വിചാരിച്ചിട്ട് സകൃച്ഛം വളരെ കഷ്ടപ്പെട്ട് അവരുദ്ധ ധനം, അവരുദ്ധ ധന സമ്പാദിക്കപ്പെട്ട ധനത്തോടുകൂടി ജായാത്മജാർത്ഥ പശുഭൃത്യ ഗൃഹാപ്തവർഗാൻ, ഭാര്യ ജായാച്ചാൽ, പിന്നെ ആത്മജന്മാരെച്ചാൽ മക്കള്, അർത്ഥം ധനം, പശുക്കള് വീട്ടിൽ പശുക്കളൊക്കെ ആണെങ്കിൽ, പിന്നെ ഭൃത്യന്മാർ, ഗൃഹം, ബന്ധുക്കള്, ഇവരെ വിതസ്വാൻ അവരൊക്കെ പോഷിപ്പിക്കണം, സന്തോഷിപ്പിക്കണം വെച്ചിട്ട് പുഷ്ണോതി പോഷിപ്പിക്കുന്നുവോ, ഇവരെയൊക്കെ വേണ്ട പോലെ പോറ്റ എന്ന് പറയൂല, അതാണ് പോഷിപ്പിക്കുന്നുവോ. സഹദേഹ, ആ ശരീരം അല്ലേ, അതെ, ആ ശരീരം സ്വാന്തേ തൻ്റെ അന്ത്യകാലത്തിൽ, അതായത് ശരീരം കുറച്ച് കഴിഞ്ഞാൽ വീഴൂലോ, നമ്മൾ നശിക്കൂലോ, മരിക്കൂലോ. അസ്യ ബീജം സൃഷ്ടുവ, നാം മരിക്കണതിന് മുമ്പ് ഒരുപാട് പുണ്യപാപങ്ങൾ ചെയ്തിട്ട് ഈ ആൾക്ക് ഇനിയും ജന്മം എടുക്കേണ്ട അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിന് കാരണമായി ഈ ജീവിതത്തിൽ ഒരുപാട് സകാമായിട്ടുള്ള പാപകർമ്മങ്ങൾ ചെയ്തിട്ട് ശരീരം നശിച്ച് നമ്മൾ വീഴുമ്പോഴേക്കും നമ്മൾ ഇനി ഒരുപാട് ജന്മത്തിനുള്ള ബീജം സൃഷ്ടിക്കുന്നുണ്ട്. പുരുഷന്, അതായത് വൃക്ഷധർമ്മ, ഒരു വൃക്ഷത്തിനെ പോലെയാണെന്ന്. മരത്തിൻ്റെ ധർമ്മം എന്താ, അതുപോലെ അവസീദതി, വൃക്ഷം അങ്ങനെയല്ലേ, ഒരുപാട് വിത്തുകൾ ഉണ്ടാക്കിയിട്ട് അവസാനം വൃക്ഷം നശിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇനിയും ഒരുപാട് ജന്മം അനുഭവിക്കേണ്ടതിന് വേണ്ട പുണ്യപാപകർമ്മങ്ങൾ ഈ ശരീരം എടുത്തിട്ട് ശരീരം വീണ് പോണതിൻ്റെ മുമ്പ് ചെയ്തു കൂട്ടണു എന്ന് പറയണം. എന്താണപ്പോൾ ചുരുക്കി പറയാച്ചാൽ, ഈ ദേഹത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട്, ദേഹാഭിമാനിയായിട്ടുള്ള മനുഷ്യൻ ഈ ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഭാര്യ, കുട്ടിയോള്, ധനം, പശുക്കൾ, ഭൃത്യന്മാർ, ഗൃഹം, ബന്ധുക്കൾ, ഇതൊക്കെ ഇവർക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് സമ്പാദിച്ച് അവരെയൊക്കെ പുലർത്തുന്നു. അങ്ങനെയുള്ള ഈ ദേഹം ശരിക്ക് ഒരു വൃക്ഷത്തെ പോലെയാണ്. എന്താ കാരണം വെച്ചാൽ, ഇനിയും ജനിക്കാൻ കാരണമായ പുണ്യപാപങ്ങളാകുന്ന ഒരുപാട് വിത്തുകളെ ജനിപ്പിക്കും. നമ്മൾ മരിക്കണതിൻ്റെ മുമ്പേ പുണ്യപാപങ്ങളാകുന്ന ഒരുപാട് വിത്തുകൾ നമ്മൾ വിതച്ചിട്ടാണ് നമ്മളെ ശരീരം നശിക്കണ, വൃക്ഷങ്ങളെ പോലെയെന്ന്. എന്നിട്ട് വൃക്ഷങ്ങളെ പോലെയാണ്, അങ്ങനെ ഒരുപാട് വിത്തുകളെ ജനിപ്പിച്ചിട്ട് നമ്മൾ ഒരു ദിവസം അങ്ങടെ ഈ ശരീരം നശിച്ചിട്ട് പോണു എന്നാണ്. അപ്പോൾ വൃക്ഷങ്ങളായിട്ടാണ് നമ്മുടെ ദേഹം, വൃക്ഷത്തിനെ പോലെയുള്ളൂ. അതായത് ഈ ദേഹം ഇനിയും അനവധി ജന്മത്തിന് കാരണമായിട്ടുള്ള
വിത്തുകൾ വിതച്ച് വൃക്ഷങ്ങളെപ്പോലെ നശിക്കുന്നു. വൃക്ഷങ്ങൾ അങ്ങനെയല്ലേ, നശിക്കുന്നതിന് മുമ്പ് തന്നെ ആ വൃക്ഷത്തിനെ പോലുള്ള അനവധി വൃക്ഷങ്ങൾക്ക് വിത്തുണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദേഹവും അടുത്ത ജന്മത്തിലും നമുക്കിതുപോലെ ദുഃഖസമ്പൂർണമായിട്ടൊരു ജീവിതം നയിക്കേണ്ട വിധത്തിലുള്ള ഒരുപാട് വിത്തുകൾ, പുണ്യപാപകർമ്മങ്ങൾ ചെയ്തിട്ട് വിത്തുകൾ വിതച്ച കർമ്മവാസനകളെ ഉണ്ടാക്കിയിട്ട് ശരീരം അങ്ങോട്ട് വെടിയണു എന്നാണ് പറഞ്ഞത്. ജായാത്മജാപ്ത പശുഭൃത്യ ഗൃഹാപ്തവർഗാൻ പുഷ്ണാതി യത് പ്രിയചികീർഷയാ വിതന്വൻ സ്വാന്തേ സകൃച്ഛമവരുദ്ധധനസ്സദേഹ സൃഷ്ട്വാസ്യ ബീജമവസീദതി വൃക്ഷധർമ്മ. അതായത് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ശരിക്കും ഞാൻ ഈ ദേഹത്തു നിന്ന് തന്നെയാണ് ദേഹാഭിമാനം അരുതെന്ന് പഠിച്ചത്. കാരണം ദേഹാഭിമാനം ഉണ്ടെങ്കിലാണ് ഞാൻ എൻ്റെ അഹന്ത മമത, അതുകൊണ്ട് ഞാൻ എൻ്റെ വിചാരിച്ച മക്കളെയും ഭർത്താവിനെയും ബന്ധുക്കളെയും ഒക്കെ പോറ്റാനും വൽക്കയമായിട്ടുള്ള വീട് വയ്ക്കാനും സുഖിക്കാനും വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എന്താ, ഒരു ദിവസം ഞാൻ പോവും, ഞാൻ എന്ത് ബാക്കി വെച്ചിരിക്കണം, എന്താ ഞാൻ കൂടെ കൊണ്ടുപോവുക, എൻ്റെ കർമ്മവാസനകളും എൻ്റെ ഞാൻ ചെയ്ത കർമ്മങ്ങളും അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കാൻ ആദ്യം ജനിക്കണം. ജിഹ്വൈകതോ മുമപകർഷതി കർഹിതർഷാം ശിഷ്ണോന്യതസ്ത്വഗുദരം ശ്രവണം കുതശ്ച അല്ലേ കുതശ്ചിത് ഘ്രാണോന്യതശ്ച പലദൃക് ഘ്രാണോന്യതശ്ച ചലദൃക് ക്വച കർമ്മശക്തിർ ബഹ്വ സപത്ന്യ ഇവ ഗേഹപതിം ലുനന്തി. എന്താ അറിയോ, ജിഹ്വൈകതോമുപ അല്ലേ, ജിഹ്വൈകതോമുമ അപകർഷതി കർഹി തർഷ ശിഷ്ണോന്യതസ്ത്വഗുദരം ശ്രവണം കുതശ്ചിത് ഘ്രാണോന്യതശ്ച ക്വച കർമ്മശക്തിർ ബഹ്വ സപത്ന്യ ഇവ ഗേഹപതിം ലുനന്തി. നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. അമും, ഈ ശരീരാഭിമാനിയായിട്ടുള്ള മനുഷ്യനെ, അമും ചെന്നപ്പോൾ ഇയാളെ, ഈ ശരീരാഭിമാനമുള്ള ആളെ കർഹി ചിലപ്പോൾ ജിഹ്വ നാവ് ഏകത ഒരു സ്ഥലത്തേക്ക്, അതായത് സ്വാദിനെ മോഹിച്ചിട്ടേ, ജിഹ്വ പറഞ്ഞാൽ എന്താ, രസനേന്ദ്രിയം, അപകർഷതി, ഈ നാവ് നമ്മുടെ ഈ ദേഹാഭിമാനിയായിട്ടുള്ള പുരുഷനെ ഒരു ദിക്കിലേക്ക് ആകർഷിക്കുന്നു. തർഷ്യ ദാഹം, പിന്നെന്താണ് പറയണേ, തർഷ കഹി, അതെ. പിന്നെയോ ശിഷ്ണഹ കർഹി, ഒരു ഭാഗത്തേക്ക് അത് പിന്നെ നാവ ആകർഷിക്കുന്നു. കർഹി ശിഷ്ണഹ അന്യതഃ, ശിഷ്ണം വേറൊരു ദിക്കിലേക്ക്, അതായത് ഈ രസനേന്ദ്രിയം നമ്മളെ നാവ് ഒരു ഭാഗത്ത് ഈ ശരീരത്തിനെ ആകർഷിക്കുന്നു. പിന്നെയോ പിന്നെ ജലം, അതായത് വെള്ളം, എന്താണ്, അതായത് വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം കാരണം അത് ജലത്തിൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്നു. ചിലപ്പോൾ ശിഷ്ണം എന്താ, റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ചിലപ്പോൾ നമ്മുടെ ഈ ഉപസ്ഥം എന്ന് പറയുമല്ലോ, റീപ്രൊഡക്റ്റീവ് ഓർഗൻ രതിസുഖങ്ങളിലേക്ക് നമ്മളെ വലിച്ചഴയ്ക്കുന്നു ഒരു ഭാഗത്തൊക്കെ. പിന്നെ ത്വക്ക് പിന്നെ ത്വക്ക് സ്പർശസുഖത്തിന് വേണ്ടി വേറൊരു ദിക്കിലേക്ക്. പിന്നെ ഉദരം, അതായത് ഭക്ഷണം നോക്കിയിട്ട് ഉദരം വേറൊരു ദിക്കിലേക്ക് ആകർഷിക്കുന്നു. ശ്രോത്രം ശബ്ദത്തിലേക്ക്, അതായത് ചെവി ശബ്ദത്തിലേക്ക്. മൂക്ക് ഘ്രാണം ഗന്ധത്തിലേക്ക്. അവൻ്റെ കണ്ണ്, ഈ ദൃഷ്ടി നല്ല ഭംഗിയുള്ള സാധനങ്ങളെ കാണാൻ അങ്ങട് വലിക്കുന്നു. മറ്റ് കർമ്മേന്ദ്രിയങ്ങളൊക്കെയും അതുകൊണ്ട് ബാക്കി കർമ്മേന്ദ്രിയങ്ങളൊക്കെ നമ്മളെ അതാത് വിഷയങ്ങളിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഈ ദേഹാഭിമാനിയായിട്ടുള്ള മനുഷ്യനെ
10 ദിശകളിലേക്ക് വലിച്ച് ആകർഷിക്കുന്നു ഒരേ സമയത്ത്. അതാണ് ഇതിൽ പറഞ്ഞതേ. നാവ് ഈ ദേഹാഭിമാനിയെ ഒരു ഭാഗത്തേക്ക് വലിക്കുമ്പോൾ ദാഹം, അതായത് ജലം കഴിക്കാനുള്ള ആഗ്രഹം വേറൊരിടത്തേക്ക് വലിക്കുന്നു. അപ്പോൾ ഉപസ്ഥം ചാൽ ശിശ്നം എന്ന് പറഞ്ഞു, റിപ്രൊഡക്റ്റീവ് ഓർഗൻ രതിസുഖം അനുഭവിക്കാൻ മറ്റൊരു ദിക്കിലേക്ക്. പിന്നെയോ ത്വക്ക് വേറൊരു ദിക്കിലേക്ക്. പിന്നെയോ ഉദരം, വയറ് വേറൊരു ദിക്കിലേക്ക് വിശന്നിട്ട്. ശ്രവണം ഘ്രാണവും, അതായത് നല്ല കാര്യങ്ങൾ കേൾക്കാൻ ചെവി ഒരു ദിക്കിലേക്ക് വലിക്കും. നല്ല വാസന ഉള്ളത് വാസനിക്കാൻ വേറൊരു ദിക്കിലേക്ക്. എല്ലാ ദിക്കിലേക്കും നമ്മളെ ഇന്ദ്രിയങ്ങൾ വലിക്കുകയാണ് നമ്മളെ 10 ദിക്കിലേക്കും. പിന്നെയോ ദൃഷ്ടി, നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ കാണാൻ നമ്മുടെ ദൃഷ്ടി. പിന്നെയോ ഇതൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങളും അതെ, വേറെ ഈ 5 ഓരോരോ ദിക്കിലേക്ക് അതിന് വേണ്ട പോലെ വലിച്ചിഴയ്ക്കണം. എല്ലാ ദിക്കിലേക്കും നമ്മളെ വലിച്ചിഴയ്ക്കണം. അത് ഏതുപോലെ വെച്ചാൽ ഈ അനവധി പത്നിമാരുള്ള ഒരാളെ, അനവധി പത്നിമാരുള്ള ഒരു ഗൃഹനാഥനെ എന്ന പോലെ, അതായത് കുറേ പത്നിമാരുള്ള വെച്ചാൽ എനിക്ക് വേണം എന്ന് പറഞ്ഞ് എല്ലാവരും വാശി പിടിക്കും ആ ഗൃഹനാഥനെ. കുറേ ഭാര്യമാരുണ്ടെങ്കിലേ, അതായത് ഒരാളോട് സ്നേഹം കാണിച്ചാൽ മറ്റുള്ളവർക്ക് ദേഷ്യമായി, വേറൊരാളടുത്ത് പോയാൽ മറ്റേ സ്ത്രീക്ക് ദേഷ്യമായി. അപ്പോൾ ഈ കുറേ പത്നിമാരുണ്ട്, അവരെ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം ഗൃഹനാഥന്. അതേപോലെയാണ് ഈ 10 ഇന്ദ്രിയങ്ങളും ഈ ദേഹാഭിമാനിയായിട്ടുള്ള ജീവനെ 10 ദിക്കിലേക്ക് വലിച്ചും കൊണ്ടേയിരിക്കുന്നു. എന്താ പിന്നെ ഒരു സുഖമുള്ളത് അല്ലേ? ഓരോരുത്തർ ഓരോ ഭാഗത്തേക്ക് വലിക്കുകയാണ് ഇങ്ങനെ. അതായത് 5 പഞ്ചേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഓരോന്നും ഈ ദേഹാഭിമാനി ഓരോ സ്ഥലത്തേക്ക് പിടിച്ചു വലിക്കുന്നു. അതേതുപോലെ വെച്ചാൽ ബഹുഭാര്യൻ, അനവധി ഭാര്യമാരുള്ള ഒരു ഗൃഹസ്ഥനെ എങ്ങനെയാണ് അവർ സദാ പീഡിപ്പിക്കുക, അതുപോലെയാണ് എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ ഈ ശരീരത്തിനെ പീഡിപ്പിക്കുന്നത് എന്നാണ് ഇതിൽ പറഞ്ഞത്. ജിഹ്വൈകതോ മുമ പകർഷതി കർഹിതർഷാം ശിഷ്ണോന്യതസ്ത്വഗുദരം ശ്രവണം കുതശ്ചിദ് ഘ്രാണോന്യതശ്ചപലദൃക് ക്വച കർമ്മശക്തിർബഹ്വ സപത്ന്യ ഇവ ഗേഹപതിം ലുനാന്തി. സപത്നികളെപ്പോലെ ഒരു സ്വൈരം കൊടുക്കണില്ല ഈ ഇന്ദ്രിയങ്ങളെ. ഇനിയും എന്നാൽ ദേഹം ഗുരുവാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ദുർലഭമായിട്ടുള്ള ഈ ദേഹം കിട്ടുമ്പോൾ ഒരു കാര്യത്തിന് സൗകര്യമുണ്ട്, ഭഗവത് പാദാരവിന്ദങ്ങളെ സ്മരിക്കാൻ. അതാണ് ഈ 28 പറയണത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ് കേട്ടോ. സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്തിയ വൃക്ഷാൻ സരീസൃപ പശൂൻ ഖഗദംശമത്സ്യാൻ തൈസ്തൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. ദേവ, ഭഗവാൻ ആത്മശക്തിയ, തൻ്റെ ശക്തിയായ അജയ, അതായത് മായ, യോഗമായയാൽ വിവിധാനി, പലവിധത്തിലുള്ള പുരാണി, അതായത് പുരം ചാൽപ്പടെ ശരീരം, പലവിധത്തിലുള്ള ശരീരങ്ങൾക്ക് ഇരിപ്പിടമായിട്ട് പുരാണി ചാൽ, പുരം ചാൽ നമ്മൾ പറഞ്ഞുല്ലോ, നവദ്വാരം ഉള്ള പുരം ശരീരത്തിനെ പറയുമല്ലോ. അപ്പോൾ പുരാണി ചാൽ പലതരത്തിലുള്ള ശരീരത്തിന് ഇരിപ്പിടമായിട്ട് വൃക്ഷാൽ, മരങ്ങളെയും, സരീസൃപ പശൂൻ, അതായത് എല്ലാ മൃഗങ്ങളെയും, പലതരത്തിലുള്ള മൃഗങ്ങളെയും പശുക്കളും ഇഴഞ്ഞു നടക്കുന്നതും സരീസൃപൻ അല്ലേ, പാമ്പുകളെയും പശുക്കളെയും, ഖഗദംശ മത്സ്യാൻ, പക്ഷികളെയും, പിന്നെയോ മത്സ്യങ്ങളെയും, പിന്നെ ഈ ദംശകം ഈച്ച, കൊതു, അതിനെയും സൃഷ്ടിച്ച് എല്ലാറ്റിനെയും സൃഷ്ടിച്ചിട്ട് മായെന്നാണല്ലോ എല്ലാം സൃഷ്ടിക്കണ ഭഗവാൻ. ഈ കണ്ട സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ച എന്ന് നമുക്ക് ചുരുക്കി പറയാം. തൈഹി അവകളെ കൊണ്ട് അതുഷ്ടഹൃദയ, അസന്തുഷ്ടമായ ഹൃദയത്തോടു കൂടിയവനായിട്ട് എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ച പറയുക. ബ്രഹ്മാവലോകധിഷണം, ബ്രഹ്മസാക്ഷാത്കാരത്തിന് കഴിവുള്ള, അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം തന്നെ സാധിക്കാവുന്ന ബുദ്ധിയോടുകൂടിയ,
ധിഷണം എന്ന് പറഞ്ഞില്ലേ, ബ്രഹ്മാവലോക ധിഷണം. അതായത് ബ്രഹ്മജ്ഞാനത്തിന് ഉതകുന്ന ബുദ്ധിയോടുകൂടിയ പുരുഷം മനുഷ്യശരീരത്തെ വിധായ സൃഷ്ടിച്ച് മുദം ആപ സന്തോഷിച്ചു. അതായത് ഇതിലെന്താ പറയണ വെച്ചിട്ടുണ്ടോ ഭഗവാനെ? അതായത് എന്താ വെച്ചാൽ നമുക്ക് മനുഷ്യജന്മം എത്ര ദുർലഭമാണ്, എത്ര ഭാഗ്യമാണ് കിട്ടിയതെന്ന് പറയുകയാണ് കേട്ടോ. എന്താ അറിയോ പറയണേ? ഈ പിന്നെ വൃക്ഷങ്ങൾ, സർപ്പങ്ങൾ, പശുക്കൾ, പക്ഷികൾ, ഈ ഈച്ച, കൊതുക് മുതലായത്, മത്സ്യങ്ങൾ, ഇങ്ങനെ നാനാതരത്തിലുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട് അതുകൊണ്ടൊന്നും തൃപ്തി വരാതെ ബ്രഹ്മാവ് ബ്രഹ്മജ്ഞാനത്തിന് തന്നെ സമർത്ഥമായ ബുദ്ധിയുള്ള മനുഷ്യനെ, അതായത് ബ്രഹ്മജ്ഞാനി ആവാൻ തക്കവണ്ണം ബുദ്ധിയുള്ള മനുഷ്യനെ സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോഴാണത്രേ ബ്രഹ്മാവിന് നല്ല സന്തോഷമായത്. അതുകൊണ്ടാണ് എത്ര ബ്രഹ്മാവ് ബാക്കി സകല സർവ്വജീവജാലങ്ങളെയും ഈ ബാക്കി നമ്മളിന്ന് കാണുന്ന സർവ്വജീവജാലങ്ങൾ മനുഷ്യനൊഴിച്ച് ബാക്കി സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ടും ബ്രഹ്മാവിന് തൃപ്തി തോന്നിയില്ല തൻ്റെ പ്രവൃത്തിയിൽ. അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ പ്രവൃത്തി എന്താ? സൃഷ്ടികർമ്മത്തിലൊരു തൃപ്തി തോന്നിയില്ല ബ്രഹ്മാവിനെ. അത് കഴിഞ്ഞിട്ടാണ് ബ്രഹ്മാവ് തൃപ്തി ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെയൊന്നും പോരാ, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനെ സൃഷ്ടിക്കണം, എന്നാൽ അവന് ബ്രഹ്മജ്ഞാനം തന്നെ സാധിക്കും ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്ന് തീർച്ചയാക്കിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്തായി? നല്ല സംതൃപ്തിയായി എന്നാണ് പറയണത് അതിൽ. സൃഷ്ട്വാ പുരാണി അജയ ആത്മശക്തിയ വൃക്ഷാൻ സരീസൃപ പശൂൻ ഖഗദംശമത്സ്യാൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. തൈസ്തൈരതുഷ്ടഹൃദയ സന്തോഷം ഉണ്ടായില്ല, എന്നിട്ടും തൃപ്തി ഉണ്ടായില്ല. അപ്പോഴാണ് പുരുഷാം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ, അങ്ങനെ ബ്രഹ്മദർശനത്തിന് തന്നെ കഴിവുള്ള മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വളരെ സന്തോഷമായി. ഇനിയോ ലബ്ധ്വ, ഇനി അതാണ്, ഇതും വളരെ ഫേമസായ ശ്ലോകമാണ്. അങ്ങനെ ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയിട്ട് നമ്മൾ അതിനെ പാഴാക്കരുതെന്നാണ് ഇതിൽ കേട്ടോ. ലബ്ധ്വാ സുദുർലഭമിദം ബഹുസംഭവാന്തേ അനിത്യമപീഹ ധീരഃ മാനുഷ്യമർത്ഥദമനിത്യമപീഹ ധീരഃ തൂർണം യതേത ന പതേദനുമൃത്യു യാവന്നിശ്രേയസായ വിഷയഃ ഖലു സർവതഃ സ്യാദ്. അത് ഇതും വളരെ ഫേമസാണ്. ലബ്ധ്വ സുദുർലഭമിതം, ദുർലഭമായ ബഹുസംഭവാന്തി, അനവധി ജന്മം കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് അല്ലേ. മാനുഷ്യമർത്ഥതം അനിത്യമപീഹ ധീരഃ തൂർണം യത. അപ്പം നോക്കാം, നമുക്ക് അർത്ഥം നോക്കാം. ഇതം മാനുഷ്യം, ഈ മനുഷ്യ ശരീരം, അർത്ഥം അപി പുരുഷാർത്ഥപ്രദങ്ങളായിരുന്നാലും അനിത്യം ശാശ്വതമല്ല നമുക്ക് ഈ മനുഷ്യ ശരീരവും. അതായത് മോക്ഷത്തിന് തന്നെ അർഹിക്കുന്നതാണെങ്കിലും ശാശ്വതമല്ല. അനുമൃത്യം, ജനിക്കുമ്പോൾ തന്നെ മരണം നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് അനുമൃത്യം എന്ന് പറഞ്ഞത്. മൃത്യു നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന ബഹു സംഭവാന്തേ, അനേക ജന്മങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ അതിനുശേഷം സുദുർലഭമിതം, ലഭിക്കുവാൻ വളരെ ദുർലഭമായ ഈ ശരീരം ലബ്ധ്വ, ലഭിച്ചിട്ട് ഈ ജന്മത്തിൽ തന്നെ ഈ ജന്മത്തിൽ തന്നെ യാവത് തത്പദം, അതായത് ഈ ശരീരം വീഴുന്നതിന് മുമ്പ് തന്നെ പതേത്, അതായത് യാവത് ഈ ശരീരം പതേത്, അതിനു മുമ്പ് തന്നെ തൂർണം, ഉടനെ ക്ഷേമത്തിനായിക്കൊണ്ട് അല്ലെങ്കിൽ മംഗളത്തിനായിക്കൊണ്ട് അതുകൊണ്ട് യഥേത പ്രയത്നിക്കേണ്ടതാണ്. ഖലു, എന്തുകൊണ്ടെന്നാൽ വിഷയസുഖം എന്നത് സർവതക എല്ലാ ജീവികൾക്കുള്ളതാണ് ഇന്ദ്രിയസുഖം. പക്ഷേ ബ്രഹ്മാനന്ദ സുഖം നമുക്ക് മാത്രമേ ഉള്ളൂ, സ്യാദ് ലഭിക്കുന്നതാണല്ലോ. അതാണ്ട് ഇന്ദ്രിയസുഖത്തിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല, അതിനൊരു വിശേഷ ജന്മമൊന്നും വേണ്ട. എല്ലാ മൃഗങ്ങൾക്കും ഉണ്ട് ഇന്ദ്രിയസുഖം. അതാണ് ഇതിൽ പറയണത്. അതായത് ബഹുസംഭവാന്തേ അനിത്യമപി അർത്ഥദം അനുമൃത്യു,
അതായത് അനേക ജന്മങ്ങൾക്കു ശേഷം സിദ്ധിക്കുന്നതും അനിത്യമാണെങ്കിലും നമുക്ക് മോക്ഷപ്രദമാണ് അല്ലേ. അനിത്യമാണ്, അനിത്യം അഭി, നമുക്ക് അനിത്യമാണ്, ഈ ശരീരം നശിക്കും. പക്ഷേ അനിത്യം അർത്ഥതം അനുമൃത്യ, അതായത് സർവ്വപുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്ന അനുമൃത്യു ചെന്ത, നിരന്തരം മൃത്യുവിനോട് കൂടിയതും സുദുർലഭം, ദുർലഭവുമായ ഈ മനുഷ്യജന്മം, ഈ ഇതം മാനുഷ്യം ലബ്ധ്വ, ഈ മനുഷ്യജന്മം കിട്ടിയപ്പോൾ ധീരഹ യദ്, ധീരനായിട്ടുള്ള ഒരാൾ യദ് താവത് ന പതേത്, അത് നശിക്കുന്നതിന് മുമ്പ് താവത് നിശ്രേയസായ ആ പരമശ്രേയസിനായിട്ട് തൂർണം യഥേത, വേഗം യത്നിക്കണം. വിഷയ, അതായത് വിഷയസുഖങ്ങൾ സർവതഃ സ്യാത് ഖലു, എല്ലാ ജീവികൾക്കുള്ളതാണ്. അപ്പം നമുക്ക് ഈ മോക്ഷത്തിനുള്ള ഒരു ഉപകരണമായിട്ട് നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ മനുഷ്യന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇന്ദ്രിയ സുഖം ബാക്കി എല്ലാവർക്കും ഉണ്ട്. അതാണ് പറയണത്. ശരിയല്ലേ? എത്ര ശരിയാണതല്ലേ? ഇന്ദ്രിയ സുഖം ഏറ്റവും വളരെ പ്രശസ്തിയുള്ള 2 ശ്ലോകമാണ് കേട്ടോ അത്. ഈ മനുഷ്യദേഹം നമ്മൾ ഓർമ്മിക്കണം, അതിദുർലഭമാണ്. അനേക ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കിത് ലഭിക്കണത്. അനിത്യമാണ്, ഈ ശരീരവും വീഴും, ശരിയാണ്. അനിത്യമാണെങ്കിലും ഇത് നമുക്ക് മോക്ഷം, അതായത് പുരുഷാർത്ഥങ്ങളിലത്തെ അവസാനത്തെ ധർമാർത്ഥ കാമ മോക്ഷം തന്നെ ലഭിക്കാൻ, നേടിത്തരാൻ കഴിവുള്ളതാണ് ഈ മനുഷ്യ ശരീരം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വിവേകിയായിട്ടുള്ള മനുഷ്യൻ അതിനു വേണ്ടി മരണത്തിന് മുമ്പ് ഈ ദുഃഖം, അതായത് ഒരിക്കലും ദുഃഖം നൽകാത്ത മോക്ഷത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ടതാണ്. വിഷയസുഖം ഇഷ്ടം പോലെ എല്ലാ ജീവികൾക്കും ഉള്ളതാണ്. അവർക്കൊക്കെ വിഷയസുഖം ഏതവസ്ഥയിലും നമുക്ക് സാധിക്കും, ഏത് ജന്തുവായി ജനിച്ചാലും കിട്ടും. പക്ഷേ ഈ ആത്മാനുഭവം ഉണ്ടല്ലോ, അത് മനുഷ്യജന്മം കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ടത് വെറുതെ കളയരുത് എന്നാണ് പറയണം കേട്ടോ ഇതിൽ. ഇനി 30, 31, 32, 33 കൂടി അത് ഉപസംഹരിക്കുകയാണ്. ഇങ്ങനെ 24 ഗുരുക്കന്മാർ. ഏവം സഞ്ജാത വൈരാഗ്യോ വിജ്ഞാനാലോക ആത്മനി വിചരാമി മഹീമേതാം മുക്തസംഗോനഹം കൃതി. ഇനി അത് പറയുകയാണ്, ഉപസംഹരിക്കുകയാണ്. പിന്നെ ഈ ദത്താത്രേയനെ അല്ലെങ്കിൽ അവധൂതനെ. ഏവം സഞ്ജാത വൈരാഗ്യ, ഇപ്രകാരം കിട്ടിയ വൈരാഗ്യത്തിൽ നിന്നും വൈരാഗ്യത്തോടെയും വിജ്ഞാനലോക, അതായത് ഇങ്ങനെ ജ്ഞാനം ഉദിച്ചവനും ആത്മനി, ഞാൻ ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവനും ആത്മാവിൽ വർത്തിക്കുന്നവനും മുക്തസംഗ, ശക്തി സംഘമില്ലാത്തവനും അനഹം കൃതി, അഹങ്കാരഹീനനുമായി ഏതാം മഹിം വിചരാമി, ഞാനിങ്ങനെ നടക്കുന്നു. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. അതായത് ഈ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ പഠിച്ചിട്ടേ ഞാനിപ്രകാരം സ്വയം ബ്രഹ്മാനുഭവം നേടിയിട്ട് ഇതാ മുക്തസംഗനായി ഈ ലോകത്തിൽ നടക്കുന്നു. അടുത്തത് വായിക്കാം. നൈഹ്യേകസ്മാത് ഗുരോർജ്ഞാനം സുസ്ഥിരം സ്യാത് സുപുഷ്കലം ബ്രഹ്മദ്വൈതദ്വിതീയം വൈ ഗീയതേ ബഹുദർശിഭിഃ. ഏകസ്മാത് ഗുരോഹോ, ഏകസ്മാത് പറഞ്ഞാൽ എന്താ? അദ്വിതീയമായിട്ടുള്ള ഗുരോഹോ, ഈ ബ്രഹ്മം തന്നെ ജ്ഞാനം സുസ്ഥിരം സുപുഷ്കലം നസ്യാത്, അതായത് ഏകസ്മാത് ഒരു ഗുരുവിൽ നിന്നുള്ള എന്ത് ജ്ഞാനം വേണ്ടത്ര ഒരൊറ്റ ആളിൽ നിന്ന് പഠിച്ചാൽ ചിലപ്പോൾ നമുക്ക് എല്ലാ ജ്ഞാനവും ഉണ്ടാവില്ല. അതാണ് ഏകസ്മാത് ഗുരോഹോ ജ്ഞാനം സുസ്ഥിരം സുപുഷ്കലം ന സ്യാത്. അതായത് ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടുള്ള ജ്ഞാനം നമുക്ക് എല്ലാ തരത്തിലുള്ള ജ്ഞാനവും കിട്ടിയെന്ന് വരില്ല. നമ്മുടെ ജ്ഞാനം ചിലപ്പോൾ പൂർണ്ണമാവില്ല ഒറ്റ ഗുരുവാണ് വെച്ചാൽ. അദ്വിതീയം, അതായത് അദ്വിതീയം ഏതത് ബ്രഹ്മ ഋഷിഭി ബഹുധാ ഗീയതേ. ഈ അദ്വിതീയമായ ബ്രഹ്മം തന്നെ പല പല അറിവുള്ളവർ, മഹാത്മാക്കളും പ്രപഞ്ചഭാവത്തിലും ഇല്ലാത്ത ഭാവത്തിലും പല പ്രകാരത്തിലും പറയുന്നുണ്ട് ഈ ബ്രഹ്മത്തിന്. പ്രപഞ്ചാകാരമായിട്ടും പ്രപഞ്ചത്തിൽ നിന്ന് വിട്ടു നിന്നിട്ടായിട്ടും. പക്ഷേ ആ പരമഗുരു ഒന്ന് തന്നെയാണ് ബ്രഹ്മം. അതായത് എന്താ ഇപ്പം ഇതിൽ പറഞ്ഞാൽ
ഈ ഒരു ഗുരു എന്ന് പഠിച്ചാൽ ചിലപ്പോൾ മതിയാവില്ല വെച്ചിട്ടാണ് ഞാൻ ഇത്ര ഗുരുക്കളിൽ നിന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചപ്പോൾ എനിക്ക് പരിപൂർണ ജ്ഞാനമായി എന്ന് തോന്നുന്നുണ്ടെന്ന് പറയുകയാണ്. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അതായത് ഒരു ഗുരു എന്നല്ല, പിന്നെ അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. ചുരുക്കി പറയാച്ചാൽ ഒരു ഗുരുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ജ്ഞാനം ചിലപ്പോൾ അത്ര സ്ഥിരവും പൂർണ്ണവും ആവില്ല. അദ്വിതീയമായ ഈ അഖണ്ഡബോധ ബ്രഹ്മത്തെ ഋഷിമാരെന്നെ മഹാത്മാക്കളെന്നെ പലരും പലതരത്തിലാണല്ലോ പറയണത്. അതുകൊണ്ട് പല ഗുരുക്കളിൽ നിന്ന് പഠിക്കുമ്പോൾ ആ ജ്ഞാനം പൂർണ്ണമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി 32 ശ്രീ ഭഗവാനുവാച ഇത്യുക്താസ യദും വിപ്രസ്ഥമാമന്ത്ര ഭഗവാൻ ആരോട് പറയാണ്? ഉദ്ധവനോട് പറയണതാണ് കേട്ടോ ഈ അവധൂത യദു സംവാദം. എന്നിട്ട് പിന്നെ ഭഗവാൻ പറയാണ് ഇത്യുക്തം സയതും വിപ്രസ്ഥമാമന്ത്ര ഗഭീരധീഹി വന്ദിതോഭ്യർത്ഥിതോ രാജ്ഞ യയൗ പ്രീതോ യഥാഗതം ഗഭീരധീഹി വിപ്ര ഇത്യുക്ത്വാ യം യദും ആമന്ത്ര്യ രാജ്ഞ വന്ദിതഃ അഭ്യർത്ഥിതഃ പ്രീതഃ യഥാഗതം യയൗ. ഇങ്ങനെ നല്ല ദൃഢബുദ്ധിയായിട്ടുള്ള അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയ ആ ദത്താത്രേയൻ എന്ന അവധൂതൻ ഇപ്രകാരം പറഞ്ഞ് യദും ആമന്ത്ര്യ യദുമഹാരാജാവിനോട് യാത്ര പറഞ്ഞ് രാജ്ഞാ വന്ദിത രാജാവിനാൽ ഒരുപാട് ബഹുമാനിക്കപ്പെട്ട യദുമഹാരാജാവിനാൽ അഭ്യർത്ഥിത പ്രാർത്ഥിതനുമായി അങ്ങനെ നല്ലോണം നമസ്കരിച്ചു. യദുമഹാരാജാവ് ഇതൊക്കെ കേട്ടപ്പോൾ അവധൂതൻ പിന്നെ വന്ന പോലെ തന്നെ അവിടുന്ന് പോവുകയും ചെയ്തു. എതിർച്ചയാ ഒരു ദിക്കിലും അങ്ങനെ നിൽക്കില്ലല്ലോ. ഇതെല്ലാം യദുമഹാരാജാവിനോട് പറഞ്ഞ് അവധൂതൻ അവിടുന്ന് പോവുകയും ചെയ്തു എന്നാണ് അതിൽ പറഞ്ഞത്. ഈ ശ്രീ ഭഗവാനുവാച ഇത്യുക്താസ യദും വിപ്രസ്ഥമാമന്ത്ര്യ ഗഭീരധീഹി വന്ദിതോഭ്യർത്ഥിതോ രാജ്ഞ യയൗ പ്രീതോ യഥാഗതം. വന്ന പോലെ പോയിന്ന്. ഇനി അങ്ങനെയാണല്ലോ അവരൊരു ദിക്കിൽ നിൽക്കില്ല. അവധൂതവച ശ്രുത്വാ പൂർവേഷാം ന സ പൂർവജഃ സർവസംഗവിനിർമുക്തഃ സമചിത്തോ ബഭൂവഃ. ന പൂർവേഷാം പൂർവജഃ സ അവധൂതവചഃ. നമ്മുടെ പൂർവികന്മാരുടെ പൂർവികനായ ആ യദുമഹാരാജാവ് അവധൂതവചഃ ശ്രുത്വ അവധൂതൻ്റെ വാക്കുകളെ കേട്ട് സർവസംഗവിനിർമുക്തഃ സമചിത്തഃ ബഭൂവ. സർവസംഗപരിത്യാഗിയായി മുക്തനായി സർവത്ര നല്ല ശാന്തനായി തീർന്നു എന്ന്. അതാണ് ഇതിൽ പറഞ്ഞത്. അവസാനത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞു വെച്ചാൽ ഈ അവധൂതൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഭഗവാനിൽ മനസ്സിനെ ലയിപ്പിച്ചിട്ട് സർവസംഗപരിത്യാഗിയായിട്ട് ആര് ശാന്തചിത്തനായി ഭവിച്ചു യദുമഹാരാജാവ് എന്ന് പറഞ്ഞിട്ടാണ് ഈ 9ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. അവധൂതവച ശ്രുത്വാ പൂർവേഷാം ന സ പൂർവജ സർവസംഗവിനിർമുക്തഃ സമചിത്തോ ബഭൂവഃ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ 9ാം അധ്യായം ഇതി ശ്രീമദ് ഭാഗവതേ പാരമഹംസ്യാം സംഹിതായാം അവധൂതയദു സംവാദം നാമ 9ാധ്യായ സമാപ്ത. ഇങ്ങനെ നമ്മൾ അവധൂതൻ്റെയും യദുവിൻ്റെയും സംവാദം ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കണത് ഇതോടുകൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.